അപ്പോൾ നമ്മളിന്ന് പൊട്ടുകടലയും തൈരും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാട്ടോ തയ്യാറാക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കറി മതി കേട്ടോ. അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടൊരു ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തൈരെടുത്ത അതേ കപ്പിന് തന്നെ 1/4 കപ്പ് പൊട്ടുകടലയും കൂടെ ചേർത്തെടുക്കാം. ഇനി നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് പൊട്ടുകടലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പുതിർന്ന് വന്നോളും. അപ്പോൾ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ പൊട്ടുകടലൊക്കെ നന്നായിട്ട് തന്നെ പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇത് ഒഴിച്ചെടുക്കാം. ഇനി മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തൈരെടുത്തതിനെ പാത്രത്തിലോട്ട് തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. കടലിൻ്റെ അരയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ തന്നെ ചെറുതായിട്ടുള്ള തരികളൊക്കെ ഉണ്ട്. ഇത് നമുക്കിനി ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലോട്ട് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 സവാളൻ്റെ പകുതി കഷ്ണമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഇതാ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പച്ചമുളകാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലോട്ട് മസാലപ്പൊടികളോ അല്ലെങ്കിൽ എരിവൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് അരച്ചെടുത്ത തൈര് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട് കേട്ടത്. ദോശൻ്റെ കൂടെ അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല അടിപൊളിയാട്ടോ. പിന്നെ നമ്മൾ തൈര് എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് എടുക്കരുത്. ചെറിയ പുളിയൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. എന്നാലേ ഈ കറിക്ക് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ.
അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറി നല്ല വെറൈറ്റി ആയിട്ടുള്ള, മാത്രമല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.